ഹരിയോ എല്ലാവർക്കും നമസ്കാരം. ചിന്മയ സന്ധ്യയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത, ജ്ഞാനയജ്ഞം, അതുപോലെ ചിന്മയ സന്ധ്യ, ഇതിൽ നിന്നൊക്കെ പലർക്കും പല പല സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് സംശയ നിവാരണത്തിൻ്റേതാണ്. ബാംഗ്ലൂരിൽ നിന്ന് തുഷാര ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. എൻ്റെ പേര് തുഷാര, ഒരു ബാംഗ്ലൂർ മലയാളിയാണ്. അപ്പോൾ എനിക്ക് ഉള്ള സംശയം, നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്ന സന്ദർഭത്തിൽ അർജുനൻ തന്നെ കൊണ്ട് ഇതൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. കാര്യം അദ്ദേഹം നേരിടേണ്ടി വരുന്ന മറുപക്ഷം, ശത്രുപക്ഷം എന്ന് പറയുന്നത് ഏറ്റവും ബഹുമാന്യരായ മുത്തച്ഛനും ഗുരുതുല്യരും ബന്ധുമിത്രാദികളും ഒക്കെ ആയ വേണ്ടപ്പെട്ട ആളുകളെയാണ് കൊന്നൊടുക്കി യുദ്ധത്തിൽ വിജയം കൈവരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സ് അതിന് പാകപ്പെട്ടിട്ടില്ല, അതിനോട് യോജിക്കുന്നില്ല. അപ്പോ അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്തിരിഞ്ഞു പോകുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ഉപദേശിച്ച് ഇത് ധർമ്മമാണെന്നും നമ്മുടെ ഡ്യൂട്ടി നടത്തേണ്ടതായിട്ടുണ്ടെന്നും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഇദ്ദേഹത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നു. യുദ്ധം സംഭവിക്കുന്നു, ഒടുവിൽ യുദ്ധം കഴിയുന്നു. യുദ്ധം പര്യവസാനിക്കുന്നത് എങ്ങനെയാണ്? ആരൊക്കെയാണ് അവശേഷിക്കുന്നത്? എന്താണ് നേട്ടമായിട്ട് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്? കൗരവരില് 2-3 പേര്, പാണ്ഡവര്, പിന്നെ കുറച്ച് വൃദ്ധര്, കുന്തിദേവി, ധൃതരാഷ്ട്രര്, ഗാന്ധാരി, വിതുരര് തുടങ്ങി കുറച്ചു പേരാണ് അവശേഷിക്കുന്നത്. അവര് വാനപ്രസ്ഥത്തിന് പോവുകയാണ്. പാണ്ഡവരും പോകുന്നുണ്ട്. ഇവര് ഹിമാലയത്തിലേക്ക് പോകുമ്പോ ഓരോരുത്തരായിട്ട് വീഴുകയാണ്. അത് പറയുന്നത് അവരുടെ മാനുഷികമായ വീഴ്ചകൾ കൊണ്ട്, ഹ്യൂമൻ ഫ്ലോസ് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവര് ഓരോരുത്തരായിട്ട് വീഴുന്നതെന്നാണ്. നകുലനാകട്ടെ, സഹദേവനാകട്ടെ, അർജുനൻ, ഭീമൻ, അങ്ങനെ ഓരോരുത്തരായിട്ട് വീഴുകയാണ്. ദ്രൗപദിയും വീഴുന്നു. ഒടുവിൽ ധർമ്മപുത്രര് സ്വർഗം പ്രാപിക്കാൻ പോവാണ്. The only living being who accompanies him is a dog. ഒരു നായ മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് അവസാനം. അപ്പൊ നമ്മള് ഈ ആദ്യം തൊട്ട് ഈ അവസാനം വരെ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ യുദ്ധം കൊണ്ട്, അല്ലെങ്കിൽ ഈ ധർമ്മത്തിന് പിന്നാലെയുള്ള ഒരു പാച്ചില് കൊണ്ട് എന്താണ് മീനിങ് ഫുള്ളി അവർ നേടിയത്? എന്ത് മെസ്സേജാണ് നമുക്ക് ലഭിക്കുന്നത്? തുടക്കത്തിൽ അർജുനൻ വെച്ച ആശങ്കകളല്ലേ യാഥാർത്ഥ്യവും സത്യവും ശരിയുമായിട്ട് നമുക്ക് കാണാൻ കഴിയുക? ഭഗവാൻ എന്നൊരു ഡിവിനിറ്റി ഉള്ള ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത് ഒരു ശുഭ പര്യവസായിക്ക് വേണ്ടി ആയിരുന്നു അല്ലല്ലോ. അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. പ്ലീസ് കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. പിന്നെ നമ്മളൊക്കെ ഇപ്പൊ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് വന്നാല് ഈ ഒരു മെസ്സേജാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും മറ്റു പുറത്ത് പല രാഷ്ട്രങ്ങളിലും ഒക്കെ നമ്മൾ കാണുകയാണ്. ഈ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിക്കൂട്ടുന്ന യുദ്ധമുറകളും ക്രൂരകൃത്യങ്ങളും, മനുഷ്യനോട് ചെയ്തു കൂട്ടുന്ന ക്രൂരത, അവിടെയൊക്കെ ഈ ധർമ്മത്തിന്റെ പേരിലാണ്. അത് കൊണ്ടുവന്നൊരു മതത്തിൽ കെട്ടുന്നു. ഈ മതം ധർമ്മവുമായി അങ്ങ് കൂട്ടിക്കെട്ടും. അങ്ങനെയാണല്ലോ. ശരിക്കും പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്, മനുഷ്യനെ ചങ്ങലയില്ലാത്ത അടിമയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ മതം എന്ന് പറയുന്നത്.
ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ഒരു മതമൊന്നും അല്ലല്ലോ ലോകത്തുള്ളത്. അപ്പൊ ഓരോ മതത്തിന്റെ അനുയായികൾ ഈ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഇന്നും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണൻ എന്ന് ഉപദേശിച്ച വഴിയാണ്. നമ്മൾ ഇന്നിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും കുഞ്ഞു മക്കളുടെ പുറത്ത് പോലും, ന്യൂ ബോൺ ബേബീസിന്റെ മുകളിൽ പോലും ഈ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്ക ഉൾപ്പെടെ, അഫ്ഗാനിസ്ഥാൻ, അത് കഴിഞ്ഞ് പിന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് പോയാൽ ഇസ്രായേൽ, പാലസ്തീൻ, സിറിയ, എവിടെയില്ല, നൈജീരിയ, ബോസ്നിയ, ഹെർസിഗോവിന, എത്ര 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 രാജ്യങ്ങളിൽ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്തും മതത്തിന്റെയും ധർമ്മത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം കൊല വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം? ഈസിന്റ് ഇറ്റ് അട്ടർലി ഡിസാസ്ട്രസ്? അൾട്ടിമേറ്റ് ഔട്ട്കം എന്ന് പറയുന്നത് ഒരു ആധുനിക മനുഷ്യ സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാക്കുന്നതാണ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, പോയിന്റ് ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ഇതാണ്: wasn't it a grave mistake from the part of Lord Krishna to advise Arjuna to come forward for such a war where ultimately we see total destruction? അപ്പൊ ഇതൊക്കെയാണ് എനിക്കുള്ള സംശയം. സ്വാമികൾക്ക് സമയമുള്ളപ്പോൾ ഇതിനൊരു മറുപടി തന്നാൽ നന്നായിരുന്നു. തുഷാരയുടെ ചോദ്യം കേട്ട സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് വ്യാസര് ശാന്തിപർവത്തിൽ 2 കൈ ഉയർത്തി വിതുരൻ ചോദിക്കുന്ന ചോദ്യം, വ്യാസരും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഊർധ്വബാഹുർവിരൗമ്യേഷ, ഇതാ ഞാൻ 2 കൈയും പൊക്കി വിലപിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ വിലപിക്കുന്നു. നഹി കശ്ചിത് ശൃണോതിമേ, ഊർധ്വബാഹുർവിരൗമ്യേഷ നഹി കശ്ചിത് ശൃണോതിമേ, ആരും എന്നെ കേൾക്കുന്നില്ലല്ലോ, എന്താണ് എന്നെ കേൾക്കാത്തത്? ഞാനിതാ 2 കൈയും പൊക്കി 2 കൈയും ഉയർത്തി ചോദിക്കുന്നു. ഊർധ്വബാഹുർവിരൗമ്യേഷ നഹി കശ്ചിത് ശൃണോതിമേ, ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മ കിം ന സേവ്യതേ. അപ്പൊ 2 കൈയും ഉയർത്തി ഞാനിതാ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കേൾക്കാത്തത്? ധർമ്മവും അർത്ഥവും കാമവും, ധർമ്മത്തിൽ നിന്നാണ് അർത്ഥകാമ മോക്ഷം എന്ന മറ്റു 3 പുരുഷാർത്ഥങ്ങൾ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സധർമ്മ, ആ ധർമ്മത്തെ കിംന സേവ്യതേ, എന്താണ് നിങ്ങൾ സേവിക്കാത്തത് എന്ന്. ഇത് മഹാഭാരതത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്ന ഒന്നാണ്. അപ്പോൾ തുഷാരയുടെ ചോദ്യം വളരെ പ്രസക്തവും കാലികവും ഒക്കെയാണ്. തുഷാര മനസ്സിലാക്കേണ്ടത്, ഈ ചോദ്യം നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉത്തരത്തെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്. പലപ്പോഴും എന്താണെന്നറിയോ, ഈ ചോദ്യകർത്താക്കൾ ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം അവരെ സംബന്ധിച്ച് ഉത്തരം ഒരു വിഷയമേ അല്ല, ചോദ്യമാണ്. അപ്പം ഈ നമുക്ക് ആത്മാർത്ഥമായ ഒരു ചോദ്യം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ജിജ്ഞാസ എന്ന് പറയുക. അതിൻ്റെ ഉത്തരം നമുക്ക് ബോധിക്കണം, അത് ഉത്തരം ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്തെങ്കിലും ഉത്തരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ബോധ്യപ്പെടേണ്ടതില്ല. അപ്പം തുഷാര ഇവിടെ ചോദിച്ച ചോദ്യം ഈ സകല ഏടാകൂടങ്ങൾക്കും കുഴപ്പങ്ങൾക്കും കാരണം ചുരുക്കി പറഞ്ഞാൽ എന്താണ്? കൃഷ്ണനും കൃഷ്ണൻ്റെ ഗീതയും
ഒക്കെയാണ്. തുഷാര, ഈ ചോദ്യം നമ്മളിതൊരു പുതിയ ചോദ്യമായിട്ട് കണക്കാക്കുന്നില്ല. കാരണം ഇത് ഇവിടെ മുമ്പേ ചോദിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ആശ്രമത്തിൽ ചേരുന്നതിന് മുമ്പ് സ്വയം ഈ ചോദ്യം നമുക്കുണ്ടായിരുന്നതാണ്. നമ്മുടെ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ ഈ ചോദ്യം പറഞ്ഞുകൊണ്ടാണ്, ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗീതാ പ്രഭാഷണങ്ങളൊക്കെ തുടങ്ങാറ്. അത് കേട്ടിട്ടുള്ളവർക്കറിയാം. നമ്മുടെ പഴയ പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ചോദ്യം നിങ്ങൾക്ക് അവിടെ കാണാം. ഇതെന്താണ്? എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ചോദ്യം ചോദിക്കുന്നേ ഉള്ളൂ, ഉത്തരം കേൾക്കുന്നില്ല എന്നുള്ളതാ. ഈ ചോദ്യം എന്താണെന്ന് എല്ലാവരും കേട്ട് കഴിഞ്ഞു. എന്താ ഇതിൽ? ഒന്ന്, ഈ ആമുഖമായിട്ട് പറഞ്ഞ വ്യാസന്റെ വിലാപം, വിതുരനിലൂടെ ഞാൻ രണ്ട് കൈയും ഉയർത്തി ഉച്ചത്തിൽ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നു, എന്നിട്ടും ആരും എന്നെ കേൾക്കുന്നില്ലല്ലോ. എന്താണ്? 4 വിധ പുരുഷാർത്ഥങ്ങളിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിൽ പരമപുരുഷാർത്ഥമായിട്ടുള്ള ധർമ്മത്തെ ആചരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു? ധർമ്മമാണ് ഈ മറ്റു പുരുഷാർത്ഥങ്ങൾക്ക് അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. അപ്പോൾ ആദ്യം ഇത് മനസ്സിലാക്കേണ്ടത്, തുഷാര അതുപോലെ ഈ ചോദ്യമുള്ളവർ മനസ്സിലാക്കേണ്ടത്, മഹാഭാരതം എന്ന വ്യാസരുടെ ഒരു ഗംഭീര രചനയാണ്. അതിന് ഇതിഹാസം എന്ന് പറയും. അപ്പം ഇത് ഇതിഹാസമാണ്. എന്താണ് ഇതിഹാസം എന്ന് പറഞ്ഞാൽ? അസ്മിൻ ഇതിഹ ആസ്തേ ഇത് ഇതിഹാസ എന്ന് ഇതിഹാസ ശബ്ദത്തിന് ഒരു പ്രകാരത്തിൽ അർത്ഥം പറഞ്ഞിരിക്കുന്നു, വിഗ്രഹിച്ചിരിക്കുന്നു. അസ്മിൻ ഇതിൽ, ഇതിഹ ആസ്തേ, ഇതിഹകൾ എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ ഉണ്ട്. ഇത് മൂല്യങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് ഇതിഹാസം എന്ന പേര്. നമ്മുടെ പ്രഭാഷണത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. നിങ്ങൾ മഹാഭാരതം സീരിയലൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്. അതെന്താണ്? അധ ശ്രീ മഹാഭാരത് കഥ, മഹാഭാരത് കഥ, മഹാഭാരത് കഥ. അത അനന്തരം ഇതാ മഹാഭാരതമാകുന്ന കഥ. കഥ എന്നാ പറഞ്ഞു, കഥ. എന്താ ഈ കഥ? സ്വാർത്ഥ കി പരമാർത്ഥ കി, സ്വാർത്ഥതയുടെയും അതുപോലെ പരമാർത്ഥമായിട്ടുള്ള മോക്ഷത്തിൻ്റെയും കഥയാണ്. ആരുടെ? വ്യാസന്റെ കഥയാണ്. വ്യാസന്റെ 4 മക്കൾ. ഈ 4 മക്കൾ ഈ 4 ചതുർവിധ പുരുഷാർത്ഥങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ സ്വാമി എന്താ പറഞ്ഞു വരാൻ പോകുന്നത്? ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഇതൊക്കെ സങ്കല്പമാണ്, ഇതിങ്ങനെ കാര്യം പറയാനാണ്. ഇത് പറയുമ്പോൾ എന്താണെന്നറിയോ? ഇത് കേൾക്കുമ്പോൾ ഈ ചോദ്യങ്ങളുള്ള കുറേ യുക്തിവാദികളും നിരീശ്വരവാദികളും ഉണ്ട്. അവർക്കിത് അങ്ങോട്ട് പിടിക്കില്ല, നമ്മുടെ ഈ തത്വചിന്ത. കാരണം വ്യാസർ തന്നെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്ന, ഇതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നതിനെ അവരെ സംബന്ധിച്ച് അതവർക്ക് ബാധകമല്ല. അവരെന്താണ് ഇതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്?
ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തെ നമ്മൾ പൂർണ്ണമായ ഗൗരവത്തിലെടുക്കുക. കാരണം ഈ ചോദ്യം നമുക്കുണ്ടായിരുന്നതാണ്. പക്ഷെ ആ ചോദ്യത്തെ നമ്മൾ ആത്മാർത്ഥമായി സമീപിച്ചു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് കാര്യത്തിൻ്റെ കിടപ്പ് ഇങ്ങനെയാണ് എന്ന്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ആളുകളോട് പറയാറുള്ള ഒരു റിയൽ സംഭവമുണ്ട്. ഈ കൊല്ലത്ത് ഒരിക്കലും ഒരു പരിപാടി നടക്കും. പരിപാടിക്ക് വേണ്ടി നമ്മളെ അവർ വിളിച്ചു. കൊല്ലം വള്ളികാവിനടുത്താണ്. അപ്പോൾ വേറെ ഒരു ദൂര സ്ഥലത്തു നിന്നൊക്കെ വന്ന യാത്രാക്ഷീണത്തിൽ ആശ്രമത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് വണ്ടി അയക്കാം, അപ്പോൾ സ്വാമിജി അതിൽ വന്നാൽ മതി, ഞങ്ങൾ തിരിച്ചു കൊണ്ടുവിട്ടോളാം, അല്ലെങ്കിൽ ഇവിടെ താമസിച്ച് പിറ്റേ ദിവസം പോവാം. അപ്പോൾ നമ്മൾ ശരി അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ആശ്രമത്തിൽ പറഞ്ഞു ഇങ്ങനെ വണ്ടി വരും, വണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുത്തേക്കണം, എന്നിട്ട് നമ്മളെ വിളിച്ചാൽ മതി, നമ്മൾ 10-15 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് വരാം. അങ്ങനെ നമ്മളൊന്ന് കിടന്നു. ഒന്ന് മയങ്ങി. ആ ഒരു ക്ഷീണം, യാത്രാക്ഷീണത്തിൻ്റെ ഇതിൽ. അങ്ങനെ പിന്നെ വണ്ടി വന്ന് വണ്ടിയിൽ കയറി നമ്മൾ പോവുക. ഈ ഡ്രൈവർക്ക് വഴി തെറ്റിയിട്ടുണ്ട്. അപ്പം അയാളോട് നമ്മൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വഴി അറിയില്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിക്കൂ എന്ന്. നമ്മൾ വണ്ടിയിലും ഇങ്ങനെ മയക്കത്തിലാണ്. അപ്പോൾ എവിടെ വെച്ച് വണ്ടി നിർത്തി. അപ്പോൾ ഗ്ലാസ് താഴ്ത്തി നമ്മൾ ചോദിക്കുകയാണ് ഇന്നടത്തേക്ക് പോകുന്നത് ഏതിലെയാണ്. അപ്പോൾ അവർ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഗ്ലാസ് താഴ്ത്തി നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ആളാരാണെന്ന്. അപ്പോൾ അവർ ചോദിച്ചു സന്ദീപാനന്ദഗിരി സ്വാമിയല്ലേ? നമ്മൾ പറഞ്ഞു അതെ. അതേന്ന് പറയലും ഒരാൾ ഡോറ് ഇങ്ങോട്ടേക്ക് തുറന്നു. ഡോറ് തുറന്ന് നമ്മളെ പിടിച്ച് വലിച്ചും ഇങ്ങോട്ട് പുറത്തേക്ക് ഇട്ടു. പിന്നെ കാണാൻ ആളുകൾ കൂടി പൊതിര അടി. അടി എന്ന് പറഞ്ഞാൽ ഇജാതി അടി, താലങ്കും വിലങ്കും, എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അവിടെ ഒരു വലിയ കരിങ്കല്ല്, മുട്ടൻ കരിങ്കല്ലുണ്ട്. അതിങ്ങനെ എടുത്ത് പൊക്കിയിട്ട് നമ്മുടെ തലയ്ക്ക് ഒരൊറ്റ അടിയാണ്. ആ അടിയിൽ നമ്മൾ തല പെട്ടെന്ന് കൊണ്ട് തെറ്റിച്ചു. അത് തെറ്റിച്ചിട്ടില്ലെങ്കിൽ തലയ്ക്കായിരുന്നു കിട്ടുക, അതോടുകൂടി തീരും. ആ തല കൊണ്ട് തെറ്റിക്കുമ്പോഴാണ് നമ്മൾ തല തെറ്റിക്കലും കിടക്കേന്ന് ഉണരലും പുറത്ത് കതകിന് മുട്ടി വണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നതൊക്കെ അപ്പോൾ അവരാ. അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ട ഒരു സ്വപ്നമാണ്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വണ്ടിയിൽ കയറി പോയി എന്നും ഒരു സ്ഥലത്ത് വെച്ച് വഴിയിൽ ഇന്ന ആളുകളോട് വഴി ചോദിച്ചപ്പോൾ അവർ നമ്മളെ എടുത്ത് പുറത്തേക്ക് ഇട്ട് തല്ലി എന്നൊക്കെ പറഞ്ഞ് ഇതൊരു സ്വപ്നമായിരുന്നു എന്ന് കേൾക്കാത്തൊരാൾ ഇത് സ്വപ്നമായിരുന്നു എന്ന് പറയുന്നതോടുകൂടി ഈ സംഭവങ്ങളെ മുഴുവൻ അതിൻ്റെ അസ്തിത്വം നിരാകരിക്കപ്പെടുകയാണ്. കാരണം അത് സ്വപ്നമായിരുന്നു. അല്ല, അത് ആരായിരിക്കും സ്വാമിയെ തല്ലിയത്? എന്തിനാണ് അവർ തല്ലിയത്? ഇത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇതൊരു സ്വപ്നമാണ്. വ്യാസര്
ഇതേപോലെ ഈ കഥകളെ മുഴുവൻ ചമച്ചിത് പറഞ്ഞിട്ടുണ്ടേ. അപ്പം അതല്ല, സ്വപ്നമല്ല, നിങ്ങൾക്ക് ശരിക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് എന്നൊരാൾ സമർത്ഥിക്കുന്നതിൽ എന്ത് പാഴ്വേലയാണ്, അങ്ങേയറ്റം പാഴ്വേലയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചോദ്യങ്ങളുള്ളവരോട് നമ്മൾ സദയം നിങ്ങളെ മഹാഭാരതത്തിലേക്ക് വിളിക്കുന്നു. മഹാഭാരതമാണല്ലോ നിങ്ങൾ ഉദ്ധരിക്കുന്നത്. അപ്പോൾ ആ മഹാഭാരതം കേൾക്കാൻ, പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. മഹാഭാരതം തുടങ്ങുന്നത് നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ സത്രം നടക്കുകയാണ്. 12 വർഷം നീണ്ടു നിൽക്കുന്ന സത്രം. ആ സത്രത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്ന് ചേർന്നിട്ടുണ്ട്. അവിടേക്ക് ഒരു മഹാത്മാവ് എത്തിച്ചേരുന്നു. ആ മഹാത്മാവിനോട് വിശേഷങ്ങളൊക്കെ മറ്റുള്ളവർ ചോദിക്കുന്നു. അപ്പോ കഥ പറയുന്നതിൽ മിടുക്കനാണല്ലോ നിങ്ങൾ, അതുകൊണ്ട് കഥ പറഞ്ഞു തന്നാലും ഞങ്ങൾക്ക്. എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? സൂതാക്യാഹി കഥാസാരം മമ കർണരസായനം നൈമിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം സൂതാക്യാഹി കഥാസാരം മമ കർണരസായനം. ഇതേ കാര്യം ഭാഗവതത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. കഥാസാരം ആഖ്യാഹി, കഥയുടെ സാരം പറഞ്ഞു തന്നാൽ. അപ്പം മഹാഭാരതത്തിൽ മൂപ്പര് പറയും, ഞാൻ ഇങ്ങനെ മറ്റൊരിടത്ത് ഒരു പരിപാടി നടക്കുന്നിടത്ത് നിന്ന് വരികയാണ്. അതെവിടെ നിന്നാണ്? ഈ ജനമേജയൻ എന്ന് പറയുന്ന വിദ്വാൻ, അവൻ്റെ അച്ഛനെ പാമ്പ് കടിച്ചു മരിച്ചു. അപ്പോ പരീക്ഷിത്തിൻ്റെ മകൻ മൂപ്പര് പാമ്പുകളോട് പ്രതികാരം തീർക്കാൻ വേണ്ടി, പാമ്പുകളെ കൊല്ലാൻ വേണ്ടി ഒരു യജ്ഞം നടത്തുക. അങ്ങനെ ആ ഹോമകുണ്ഡത്തിലേക്ക് പാമ്പുകൾ പറന്ന് വീഴുക. അങ്ങനെ അവിടെ ഈ ജനമേജയൻ്റെ ഈ ദുഷ്കർമ്മത്തെ ആസ്തികൻ ചോദ്യം ചെയ്യുക. അങ്ങനെ അവിടെ വെച്ച് നിങ്ങളുടെ പൂർവികർ ചെയ്തു കൂട്ടിയ കൊടും പാതകത്തെ കുറിച്ച് നിങ്ങൾ അറിയണം. വ്യാസരെഴുതിയ മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞ് ആ മഹാഭാരതം പറഞ്ഞു കൊടുത്തു. രോമഹർഷണൻ പറയുന്നതായിട്ട് അത് വിചിത്രാർത്ഥങ്ങളായിട്ടുള്ള കഥയാണ്. വിചിത്രങ്ങളായ അർത്ഥങ്ങളോട് കൂടിയിട്ടുള്ള വേദരഹസ്യം നിറഞ്ഞിരിക്കുന്ന കഥ. അത് നിങ്ങൾക്ക് കേൾക്കണോ? ഇങ്ങനെ 2-3 ഓപ്ഷൻ മൂപ്പര് മുന്നിലേക്ക് വെച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കതാണ് കേൾക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കഥ. ആ കഥ എന്താണ്? അത് വ്യാസൻ തന്നെ പറയുന്നുണ്ട്. ഒന്നും വേണ്ട, മഹാഭാരതത്തിൻ്റെ ആദിപർവത്തിലെ ആദ്യത്തെ കുറച്ച് അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ കൺഫ്യൂഷൻ തീരും. ഇത് നാട്ടിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രചാരകൻ എന്ന നിലയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 2 വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് നിരീശ്വരവാദവും യുക്തിവാദവും
ഒക്കെ പറയുന്ന ഒരു കൂട്ടർ. നമ്മൾ ആരെയും പരിഹസിക്കുകയോ അവമാനിക്കുകയോ അല്ല, അതൊക്കെ നല്ലത് തന്നെ. വേറൊരു കൂട്ടർ ഭക്തന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം. ഈ രണ്ട് കൂട്ടരും, യുക്തിവാദികളും നിരീശ്വരവാദികളും, വിശ്വസിക്കുന്നത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇവരുടെ കോമഡി എന്താന്ന് പറഞ്ഞാൽ ഇവർ യുക്തിവാദികളാണെന്നാണ് പറയുന്നത്. യുക്തിക്ക് നിരക്കാത്തതാണ് മഹാഭാരതത്തിലെ സകലതും. സകലതും യുക്തിക്ക് നിരക്കാത്തതാ. ഇപ്പൊ കൗരവന്മാര് ആരായി? കൗരവന്മാര് ഗാന്ധാരിക്ക് വേഗം പ്രസവിക്കണം എന്ന് പറഞ്ഞ് ഗാന്ധാരി കുറച്ച് ആളുകളെയൊക്കെ ആ തോഴിമാരെ കൂട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ വയറിന് ഇടിച്ചിട്ട് നിങ്ങൾ പ്രസവിപ്പിക്കുന്നു. അങ്ങനെ അവർ ഇരുമ്പലൊക്കെ കൊണ്ടൊക്കെ ഇടിക്കാൻ തുടങ്ങി. നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? അങ്ങനെ ഇടിച്ച് പുറത്തിട്ടു. നോക്കുമ്പോൾ കുട്ടിയല്ല, ഒരു മാംസപിണ്ഡം. സ്വാഭാവികമല്ലേ? അങ്ങനെ ഈ മാംസപിണ്ഡത്തിന് വ്യാസൻ പറഞ്ഞിട്ട് നെയ്ക്കുടത്തിലിട്ട് വെച്ചു. 100 കുടത്തിൽ, 101. അങ്ങനെ ഗാന്ധാരി പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടിയും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒന്നും കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാ. അങ്ങനെയാണ് 101 ദക്ഷിണ വെച്ച പോലെ. അങ്ങനെയാണ് അവർ ജനിക്കുന്നത്. അല്ല യുക്തിവാദികളെ, നിരീശ്വരവാദികളെ, നിങ്ങൾ ഏതു നേരവും സയൻസിന്റെ പിറകെ പോകുന്നവരല്ലേ? നിങ്ങൾ ഒറ്റയടിക്ക് ഇത് തന്നെ പറയണ്ടേ? നിങ്ങൾ ഇത് നടക്കുന്നതല്ല, ഈ മഹാഭാരതം സംഭവമല്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും എന്തു പറ്റി? നമ്മൾ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ ഈ മീൻ മുറിക്കുന്ന കേസൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെ കേരളത്തിലൊരു യുക്തിവാദി ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഹാഭാരതത്തിൽ ഇല്ലാത്ത, നമ്മൾ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഇത് മഹാഭാരതത്തിൽ എവിടെയാണ്, അത് മൂപ്പര് ഏതോ പുസ്തകത്തിൽ വായിച്ചതാണത്രേ. ഇങ്ങനെ മീൻ മുറിക്കണത് പോലെ നീ ആളുകളെ മുറിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് എവിടെയാന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവർ വായിക്കുന്ന മഹാഭാരത ഈ അമർ ചിത്രകഥയാണ്. അതിൽ കൃത്യമായ മൂലശ്ലോകങ്ങളൊന്നും അല്ലല്ലോ. അപ്പം ഈ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും നമ്മുടെ ധാരണയിൽ, കാരണം നമ്മൾ ആ വഴിയൊക്കെ യാത്ര ചെയ്ത ഒരാളാണ്, ശാസ്ത്രയുക്തി ഉണ്ടാവും, ശാസ്ത്രബോധം നല്ലോണം ഉള്ളവരാണ് സാമാന്യമായിട്ട്. അപ്പം നിങ്ങളുടെ ഈ ശാസ്ത്രബോധം ഇവിടെ പോയി? സൂര്യൻ ഒരു സ്ത്രീയുമായിട്ടുള്ള വേഴ്ചയിൽ കർണൻ എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് കഥ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവാം. ഒന്നുകിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോം എവിടെയാണ്, നിങ്ങൾ എവിടെ നിൽക്കുന്നു? നിങ്ങൾ സയൻസിനെ, മോഡേൺ സയൻസിനെ അംഗീകരിക്കുന്നുവോ? ആ സയൻസിൽ അധിഷ്ഠിതമായി അതാണ് സത്യം, ബാക്കി ഇതെല്ലാം ഫിക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫിക്ഷൻ എടുത്താൽ മതിയല്ലോ. അപ്പം നിങ്ങൾ എന്തിനാ ഈ യുദ്ധത്തെ മാത്രം സത്യമായിട്ട് കരുതുന്നത്? ബാക്കിയൊക്കെ എന്തോ മണ്ടത്തരാണ്, പൊട്ടത്തരാണെന്ന് പറയുന്നത് എന്തിനാ? അപ്പം എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിക്കണം കാല്. നമ്മൾ തുഷാരയിലൂടെ യുക്തിവാദികളോടും കൂടെ സംസാരിച്ചു എന്നേ ഉള്ളൂ. തുഷാരയുടെ ഈ വാദം യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ പറയാറുണ്ട്. അത് പുതിയതല്ല. അപ്പം ഇതിന് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരമാണ് വേണ്ടതെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഉത്തരം. മറ്റൊന്ന് എന്താന്ന് പറഞ്ഞാൽ ഇത് തത്വചിന്തയാണ് എന്ന് കൃഷ്ണൻ തന്നെ ഗീതയിൽ, കൃഷ്ണനെ കൊണ്ട്, കൃഷ്ണൻ എന്നത് വ്യാസന്റെ ഒരു സൃഷ്ടിയാണ്, അല്ലാതെ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ ജനിച്ചു മരിച്ചൊന്നും പോയിട്ടില്ല മഹാഭാരതത്തിൽ ആരും തന്നെ. ആ പേരിലുള്ള പലവരും ഉണ്ടാവും. ഇപ്പം പാലക്കാട് ഹോട്ടൽ ഡി പാരീസ് എന്ന് പറയുന്നത് പാരീസാണോ? അങ്ങനെ ആ പാരീസ് ഹോട്ടലിൽ പോയിട്ട് പഴംപൊരിയും പരിപ്പോടയും കഴിച്ചവൻ ഞാൻ പാരീസിൽ നിന്ന് പരിപ്പോട കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് രണ്ട് ശരിയുണ്ട്. അവൻ പാലക്കാട്ടെ പാരീസ് ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്, പക്ഷേ സാക്ഷാൽ പാരീസ് എന്നല്ലാന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്
അതുണ്ട്, ഇതുണ്ട്, നദികളുടെ പേരുണ്ട്, പർവ്വതങ്ങൾക്ക് പേരുണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ അതിനെ എന്താ പറയുക, പിൻപറ്റി വന്നിട്ടുള്ള പലതും ഉണ്ട്. പക്ഷെ ഈ കഥയെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ആ കഥ എഴുതിയ ആൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൃഷ്ണൻ തന്നെ പറയുകയാണ്, ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. എൻ്റെ ജന്മത്തെയും എൻ്റെ കർമ്മത്തെയും ആരാണ് തത്വചിന്തയിലൂടെ അറിയുന്നത്? എന്നെ ഒരു കൂട്ടർ അവമാനിക്കുന്നു. ഒരു കൂട്ടരല്ല, ശരിക്കും പറഞ്ഞാൽ രണ്ട് കൂട്ടരെ അവമാനിക്കുന്നുണ്ട്. ഒന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും, പിന്നെ ഈ ഭക്തന്മാരും. അവരെങ്ങനെയാണ് അവമാനിക്കുന്നത്? അവജാനന്തി മാം മൂഢാഹ. അവജാനന്തി മാം, എന്നെ അവമാനിക്കുന്നു. ആര്? ഈ മൂഢന്മാർ. എന്താ ഈ മൂഢന്മാര് എങ്ങനെയാ അവമാനിക്കുന്നത്? മാനുഷീം തനും ആശ്രിതാഹ. ഞാനൊരു മനുഷ്യനായി ജനിച്ചവനാണ് എന്നവർ കരുതുന്നു. മാനുഷീം തനും ആശ്രിതാഹ അവജാനന്തി മാം മൂഢാഹ പരംഭാവം അജാനന്ദ. എൻ്റെ മറ്റൊരു ഭാവമുണ്ട്, ഞാൻ ആരാണെന്ന് പറഞ്ഞു. അതാണ് ഗീതയിൽ പറയുന്നത്. ഇതെല്ലാം ഞാനാണ് അർജുന. മത്തഃ പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. എന്നിൽ നിന്ന് അന്യമായി ഈ വിശ്വത്തിൽ യാതൊന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ഏതോ ഒരു കൃഷ്ണൻ അഹങ്കാരം പറയുന്നതല്ല, ഒരാൾ പറയുന്ന അഹങ്കാരമല്ല. ആ ആൾക്ക് പിന്നെ ശരീരവുമായിട്ട് ബന്ധമില്ല, മനസ്സുമായിട്ടൊന്നും ബന്ധമില്ല. തത്വത്തെ നമ്മളോട് പറയുകയാണ്, നീ ഞാനാണ്, ഈ കാണുന്നതെല്ലാം ഞാനാണ്. ഈ പരമമായ സത്യം നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിക്ഷൻ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ അതിനെ കരുതാൻ ബുദ്ധിമുട്ട്? അപ്പൊ മഹാഭാരതത്തിൻ്റെ ആദിപർവത്തിൻ്റെ ആരംഭത്തിൽ വ്യാസര് ഭഗവാനെ സ്മരിക്കുന്നത്, ഗണപതി എഴുതാൻ തയ്യാറാവുന്നത്, ഗണപതിയോട് മനസ്സിലാവാതെ എഴുതരുത് എന്ന് പറയുന്നത്, ഞാൻ എഴുതാൻ തുടങ്ങിയാൽ നിർത്തില്ല എന്ന് ഗണപതി പറയുമ്പം വ്യാസൻ പറയുന്നത്. അപ്പം മനസ്സിലാവാതെ എഴുതരുത് എന്ന് പറയുമ്പം ഗണപതിക്ക് ഒരുപാട് സ്ഥലത്ത് പെട്ടെന്ന് വാരി വലിച്ച് എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? അതിൽ മുഴുവൻ ട്വിസ്റ്റുകളാണ്. ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ വേഗം പ്രസവിക്കാൻ വേണ്ടി ഇടിച്ചു പ്രസവിപ്പിച്ചു, എന്നിട്ട് ആ കഷ്ണങ്ങളൊക്കെ പീസാക്കി ഇട്ടു. അപ്പോൾ ഈ ഭക്തന്മാരെന്ത് പറയുന്നറിയോ? ടെസ്റ്റ് ട്യൂബ് ശിശു പണ്ടേ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഈ രണ്ടുപേരും ബുദ്ധി പണയപ്പെടുത്തിയവരാണ്. നമുക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷ ഈ യുക്തിവാദികളിലും നിരീശ്വരവാദികളിലുമാണ്. മറ്റിടത്ത് പ്രതീക്ഷയില്ല. കാരണം അത് ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പം നിങ്ങളുടെ ശ്രദ്ധയെ നമ്മൾ ക്ഷണിക്കുന്നത് വ്യാസർ എന്താണോ പറഞ്ഞത് അതിലേക്കാണ്. വ്യാസൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഏതത് കഥായാം നതു പാരമാർത്ഥ്യം. ഇത് കഥകളാണ്, ഇത് പരമാർത്ഥമല്ല. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. ഇത് വിജ്ഞാനത്തിനും വൈരാഗ്യത്തിനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ കഥകളും തത്വചിന്തയാണ്. 4 പുത്രന്മാർ വ്യാസന്റെ 4 ധർമ്മങ്ങളെ, ഈ ധർമാർത്ഥ കാമത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അവരാണ് മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ. ആരാണ് വ്യാസരുടെ 4 മക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിതുരൻ, ശ്രീശുക ബ്രഹ്മർഷി. ധൃതരാഷ്ട്രൻ അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അധികാരം, യശസ്, ധനം.
വിതുരൻ ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു, പാണ്ഡു കാമത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ശ്രീശുക ബ്രഹ്മർഷി മോക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അങ്ങനെയാണ് രാമായണ മഹാഭാരതം കഥ പറയുന്നത്. അതിലിതേപോലെ മൂല്യങ്ങളെ മുഴുവൻ കഥാപാത്രങ്ങളാക്കി, ദുർഗുണങ്ങളെ കഥാപാത്രങ്ങളാക്കി, ഇതെന്താണ് മഹാഭാരതത്തിൻ്റെ ഒരു ക്യാപ്സ്യൂളായിട്ടുള്ള സമ്മറി ആയിട്ടുള്ള ഒരു ഉപനിഷത്ത് തന്നെ ഉണ്ട്. ആ ഉപനിഷത്തിൻ്റെ പേര് കൃഷ്ണോപനിഷത്ത് എന്നാണ്. അതിൽ കൃഷ്ണന്റെ അച്ഛൻ ആരാണ്, കൃഷ്ണന്റെ അമ്മ ആരാണ്, ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണേ. ഇതിനൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇനി അതിൽ തന്നെ ഉണ്ട്, മഹാഭാരതത്തിൽ തന്നെ നിറയെ ഉണ്ട്. ഇനി അതല്ലാതെ പറയുന്ന പക്ഷത്തിൽ അർജുനൻ ഒരു അഹിംസയുടെ വക്താവായി നിന്ന് ഈ കൊല്ലാക്കൊല ഞാനില്ല ഇതിന് എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അർജുനന്റെ പക്ഷത്താണ് നമ്മൾ, സംശയമൊന്നുമില്ല. കൃഷ്ണൻ ദുഷ്ടനും കൊടും ക്രൂരനും തന്നെയാണ്. കൃഷ്ണൻ ഒരു കോടതിയും ജാമ്യം അനുവദിക്കില്ല. അത് നമ്മുടെ ഗീതാ പ്രഭാഷണത്തിൽ നമ്മൾ പറയാറുള്ളതാണ്. കാരണം അത് അങ്ങേയറ്റം നിന്ദ്യവും നീചവുമായിട്ടുള്ള ഒന്നാണ്. ഒരാൾക്ക് എനിക്ക് ഇന്ന് ഇവരെ കൊല്ലാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നീ കൊല്ലണം, കൊല്ലലാണ് ലക്ഷ്യം, അത് എന്താ പറയുക, മാർഗത്തെ സാധൂകരിക്കും, അങ്ങനത്തെ മണ്ടത്തരമൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ അർജുനൻ ബാഹ്യമായ യുദ്ധ ഉപകരണങ്ങൾ താഴെ വെപ്പിക്കൽ കൃഷ്ണന്റെ ജോലിയാണ്. തേർത്തട്ടിൽ ഇരുന്നു, നയോത്സ്യ ഇതി ഗോവിന്ദ ഉക്ത്വാ തൂഷ്ണീം ബഭൂവഹ, മിണ്ടാതെ അവിടെ ഇരുന്നു. ഗാണ്ഡീവം സ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ നച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. ഇവരാകെ മൊത്തം ടോട്ടല് കൺഫ്യൂഷനായി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ അമ്പും വില്ലുമൊക്കെ താഴെ വെച്ചവന്റെ കയ്യിൽ ആയുധം വെച്ച് കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ. അതേതായുധാണ്? അതിന് ഗീത പഠിക്കണം. ഗീത പഠിച്ചാലാണ് ആ ആയുധത്തിന്റെ പേര് പിടികിട്ടുള്ളൂ. 2 ആയുധങ്ങളാണ് കൊടുക്കണം. ഒന്ന് അസംഗശസ്ത്രേണ, ഡിറ്റാച്ച്മെന്റ് ആകുന്ന വാള്, സംഘമില്ലായ്മയാകുന്ന വാള്. മറ്റൊന്നോ ജ്ഞാനാസിന, അറിവാകുന്ന വാള്. ഇതുകൊണ്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധം അവനവനോടുള്ളതാണ്. അത് കൃത്യമായി ഗീതയിൽ പറയുന്നുണ്ട്, ഏത് യുദ്ധമാണ് അർജുനൻ നയിച്ചത്. അത് ഗീതയിൽ വളരെ മനോഹരമായി 2-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ്? യദൃച്ഛയാച ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിന ക്ഷത്രിയാപാർത്ത ലഭന്തേ യുദ്ധമീദൃശം. യദൃച്ഛയായി, യാദൃച്ഛികമായി സംഭവിച്ച യുദ്ധം എന്ന് പറഞ്ഞാൽ മഹാഭാരത യുദ്ധം യാദൃശ്ചികമല്ല. കഥയിൽ പറയുമ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച് എത്തിച്ചേർന്നിട്ടുള്ള, പക്ഷെ നിന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള ഈ യുദ്ധം, നിന്നോട് ചെയ്യേണ്ടുന്ന യുദ്ധം, അത് യാദൃശ്ചികമാണ്. അതെപ്പോഴാണ് നമ്മളിൽ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ തുഷാരയ്ക്ക് തന്നെ അങ്ങനെയൊരു ഉള്ളിലാണ് എൻ്റെ ശത്രുക്കളെന്ന് തോന്നുമ്പോൾ, ഉള്ളിലെ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ തോന്നിയാൽ അത് യാദൃച്ഛികമാണ്, നിശ്ചയിച്ചുറപ്പിക്കുന്നതല്ല. അതേപോലെ നമ്മൾ റെസ്ലിങ്ങിൽ പങ്കെടുക്കാൻ ഒരു ഒളിമ്പിക് അങ്ങനെയൊക്കെ വരുന്ന മത്സരങ്ങളൊക്കെ നിശ്ചയിച്ചുറപ്പിക്കുന്നതാണ്. അപ്പൊ ഇതില് തുഷാരയോടും തുഷാരയുടെ ഈ ചോദ്യമുള്ളവരോടും നമുക്ക് പറയാനുള്ളത്, ഇതിനെ തത്വചിന്തയിലൂടെയല്ലാതെ നിങ്ങളൊരു ഇത് ചരിത്ര സംഭവമായി നിങ്ങൾ കാണുന്നു എങ്കിൽ ബാക്കിയുള്ളതിനെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുവോ എന്ന ഉത്തരം നമുക്ക് തരേണ്ടി വരും. ഈ പാണ്ഡവന്മാരുടെ 5 പേരുടെ ജന്മവും
കുന്തിയുടെ 4 മക്കൾ, മാദ്രിയുടെ 2 മക്കൾ, 6 പേര്. അതുപോലെ ഈ പറഞ്ഞ കൗരവന്മാർ 100 ചില്ലാൻ. ഇവരുടെയൊക്കെ ജന്മം നിങ്ങൾ അംഗീകരിക്കുന്നുവോ? ഇത് സംഭാവ്യമാണോ? വായു ഒരു പുത്രനെ സൃഷ്ടിക്കുക, ധർമ്മദേവൻ മൃത്യു ഒരു പുത്രനെ സൃഷ്ടിക്കുക, ഇന്ദ്രൻ ഒരു പുത്രനെ സൃഷ്ടിക്കുക, അശ്വനി ദേവന്മാർ ഭൂമിയുടെ പ്രതിനിധികളായിട്ട് അവരും സൃഷ്ടിക്കുക. പിന്നെ അതിൽ കാണുന്ന അതിലുള്ള സകലമാന ഏടാകൂടങ്ങളും യുക്തിഭദ്രമാണോ? എന്താ നിങ്ങൾ ഈ യുദ്ധത്തിൻ്റെ കാര്യം മാത്രം യുക്തി കൊണ്ട് മാറ്റുരയ്ക്കാൻ ശ്രമിക്കുന്നത്? ബാക്കിയുള്ളിടത്ത് ഒന്നും നിങ്ങൾ എന്താ അത് പ്രയോഗിക്കാത്തത്? അതുകൊണ്ട് വ്യാസർ ആദ്യം മുതൽ നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. ഇതുകൊണ്ടാണ് വ്യാസർക്ക് വീണ്ടും ശ്രീമദ് ഭാഗവതം രചിക്കേണ്ടി വന്നത്. നാരദരും വ്യാസരും തമ്മിലുള്ള ഒരു സംവാദത്തിൽ നാരദർ പറയുന്നത് ഈ ധർമ്മത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ലോകം, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഒന്നുകൂടെ വൃത്തിയും വെടിപ്പിലും ഒന്ന് എഴുതണം എന്നാണ്. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം രചിക്കാൻ കാരണമാകുന്നത് എന്ന് പറയും. അപ്പം തുഷാര ലോകത്ത് നടക്കുന്ന എവിടെ തുഷാര കുറേ രാജ്യങ്ങളുടെ പേരുകളുടെ എണ്ണം പറഞ്ഞു. അതൊക്കെ അതിലൊക്കെ കാരണം ഇവരൊന്നും ഗീതയിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ യുദ്ധം എന്ന് അവരാരും പറഞ്ഞിട്ടില്ലേ. ഇനി ഗീത ഉൾക്കൊണ്ടവർ യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമുക്കറിയാലോ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മറ്റ് ലോകത്തെ ഏത് സ്ട്രഗിളിനേക്കാൾ അതിലൊരു വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ളത് ഗാന്ധിജിയുടെ ഇടപെടലാണ്. ഗാന്ധിജി അതിൽ സ്വീകരിച്ച മാർഗമുണ്ട്, അത് അഹിംസയുടെ മാർഗമാണ്. അത് ഗാന്ധിജിക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ഭഗവത്ഗീതയിൽ നിന്നാണ്. ഭഗവത്ഗീത പഠിച്ച് ഭഗവത്ഗീത ഉൾക്കൊണ്ട് ആരോടെങ്കിലും തല്ലിന് പോയിട്ടുണ്ടോ? യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ടോ? ഇല്ല എന്ന് പറയും. അത് ഉൾക്കൊണ്ട ആർക്കും ഒരാളെയും ദ്രോഹിക്കാൻ തോന്നില്ല. കാരണം എന്താണ്? സർവഭൂതഹിതേരഥ. അതിൽ ഒരാൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ആ ആളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഏതോ ആളോടാണോ നീ യുദ്ധം ചെയ്യേണ്ടത് അവരെക്കുറിച്ച് ഈർഷ്യ പകരുന്ന വിധത്തിൽ വിദ്വേഷത്തിൻ്റെ വാക്കുകൾ വേണം വിതയ്ക്കാൻ. അങ്ങനെയാണോ കൃഷ്ണൻ അർജുനനിൽ ചെയ്തത്? അല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ സത്യത്തെക്കുറിച്ച്, കർമ്മത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എല്ലാം, സന്യാസത്തെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ച്, യജ്ഞത്തെക്കുറിച്ച്, അപ്പം ഇതൊന്നും ആളെ തല്ലിക്കൊല്ലാനുള്ള നമ്മുടെ VKN ഗീതയെ തമാശയിൽ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. 3 അക്ഷരങ്ങളുണ്ട്. പൂശട എന്നാണ് ഗീത എന്ന് പറയും. അടിയോടടി, അതാണ്. അത് നമുക്ക് പരിഹസിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. തുഷാര, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭഗവത്ഗീത നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇതെങ്ങനെയാണിത് യുദ്ധത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത് എവിടെയാണ്? ഇത് കഴിഞ്ഞാൽ ഇങ്ങോരെങ്ങനെ യുദ്ധം ചെയ്യുന്നത്? ഈ മഹാഭാരതത്തിൻ്റെ അവസാനം എന്താണ്? അതിൻ്റെ ക്ലൈമാക്സ് എന്താണ്? ധർമ്മപുത്രർ ജയിക്കുന്നുവോ എന്നുള്ളതാണ്. ധർമ്മപുത്രർ അവസാനം പരാജയപ്പെട്ട് വീണ്ടും അവസാനം അദ്ദേഹം ജയിച്ചു കയറുന്നതാണ് അതിൻ്റെ ക്ലൈമാക്സ്. നമ്മൾ ഓരോരുത്തരും, വ്യാസർ പറയുന്നത് ഏത് കരങ്ങളിൽ ധർമ്മം സുരക്ഷിതമായി കൈമാറ്റം ചെയ്യപ്പെടണമോ ആ കരങ്ങളിലൂടെ ധർമ്മം കൈമാറ്റം ചെയ്യപ്പെടാതെ ആ ധർമ്മത്തിന് ഉണ്ടാകുന്ന വ്യതിചലനം, അതാണ് തുഷാര തന്നെ പറഞ്ഞ ഭൂമിയിലേക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളെ പോലും യാതൊരു കാരുണ്യവും കൂടാതെ കൊല്ലാൻ മടിയില്ലാത്ത മനുഷ്യൻ്റെ അധമ വികാര വിചാരങ്ങൾക്ക് എന്നേക്കുമുള്ള അറുതിയാണ് മഹാഭാരതം കൊണ്ട് നൽകുന്നത്.
മഹാഭാരതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം നമ്മുടെ രാജ്യത്ത് നമ്മൾ ആരോട് യുദ്ധത്തിന് പോവാറില്ല. ഏതു നേരം മറ്റ് രാജ്യങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി നമ്മൾ പോകുന്നില്ലല്ലോ. ആരോട് യുദ്ധം ചെയ്ത് സ്ഥലം പിടിച്ചെടുത്ത് വേറെ ഏതെങ്കിലും രാജ്യമാണെങ്കിൽ ശ്രീലങ്കയൊക്കെ നമ്മുടെ കയ്യിലിരിക്കും. മാത്രമല്ല തൊട്ടടുത്തുള്ള പലതിനെയും നമ്മൾ കൈയടക്കാം. അങ്ങനത്തെ പണിക്ക് പോയിട്ടില്ല. ഇങ്ങോട്ട് ഓരോരുത്തർ വന്നിട്ടേ ഉള്ളൂ. പിന്നെ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ടായത് എന്നൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. നമ്മൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 47-ന് ശേഷം ഒന്നും ഉണ്ടായതല്ലല്ലോ. ഇന്ത്യ അങ്ങനെയാണെങ്കിലും ഇന്ത്യക്ക് വേറൊരു പൂർവ്വ ചരിത്രം ഉണ്ടല്ലോ. എത്ര നാട്ടുരാജ്യങ്ങൾ കൂടിയിട്ടുള്ളതാണിത്. ഇവരൊക്കെ തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഭഗവത്ഗീത ഈ യുദ്ധങ്ങളെയൊക്കെ തീർക്കുന്നതാണ്. അതുകൊണ്ട് മഹാഭാരതം അല്ലെങ്കിൽ ഭഗവത്ഗീത, തുഷാരയുടെ ഈ ചോദ്യത്തിന് നമ്മൾ ഗീതാജ്ഞാന യജ്ഞത്തിൽ ആമുഖമായിട്ട് പറയുന്നത് ഇതിനെ നമുക്ക് 4 രീതിയിൽ സമീപിക്കാമെന്ന: ചരിത്രപരം, ഭാഷാപരം, ഭക്തിപരം, തത്വചിന്താപരം. അപ്പം ചരിത്രപരമായിട്ടുള്ള സമീപനമാണ്, ചരിത്രപരമായ ചോദ്യമാണ് തുഷാര ചോദിച്ചത്. അതിന് നമുക്ക് തുഷാരയോടുള്ള മറുചോദ്യം, മഹാഭാരതത്തിലെ ഈ യുദ്ധം എന്ന കാര്യം മാത്രം നമ്മൾ സത്യമായി എടുത്താൽ മതിയോ? അതിൽ പങ്കെടുത്ത ആളുകളെക്കുറിച്ച്, അതിൻ്റെ ഒരു നിജസ്ഥിതിയെക്കുറിച്ച് നമ്മൾ ചിന്ത ചെയ്യണ്ടേ? ഇവരൊക്കെ ഉള്ളവരാണോ? അപ്പം നമ്മൾ നമുക്ക് ഉണ്ടായ ഒരു അനുഭവത്തെ വിവരിച്ച് സ്വപ്നമായിരുന്നു, ഞാൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ആ ഒരൊറ്റ വരി ഈ സംഭവത്തെ മുഴുവൻ ഡിനേ ചെയ്യുന്നില്ലേ, നിരാകരിക്കുന്നില്ലേ? അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതാണ് വ്യാസർ. നമ്മൾ എത്ര കഥകളിൽ, സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടത്. എത്ര സിനിമകളിൽ ഒരു സ്വപ്നം കാണുന്ന നായകൻ പെട്ടെന്ന് അവർ ഉണർന്ന് എഴുന്നേൽക്കുന്നതോടുകൂടി അത് ഡിനൈ ചെയ്യപ്പെട്ടു. അപ്പം ഇത് എന്താണ് മഹാഭാരതം എന്ന് പറയുന്ന കൃഷ്ണോപനിഷത്തിൽ ആരാണ് വസുദേവൻ, ആരാണ് ദേവകി, ആരാണ് നന്ദഗോപൻ, ആരാണ് യശോദ, ഈ പറഞ്ഞ അസുരന്മാരൊക്കെ ആരാണ്? ഇതെല്ലാം സിംബോളിക്കാണ്. കൃഷ്ണൻ്റെ കൂടെ ജനിക്കുന്ന മക്കൾ, ഇവരെ കൊന്നവർ, കംസൻ കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ദേവകി പറയണു എനിക്ക് ആ കുട്ടികളെ കാണണം എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ഉടനെ ഇവന്മാരെ എല്ലാം വരിയായിട്ട് നിർത്തുന്നു. അവരുടെ പേര് പറയുന്നു: ഉദ്ഗീതൻ, സ്പൃശൻ, ഗൃണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആരാണ് അവരൊക്കെ? എല്ലാം തത്വചിന്തയാണ്. എത്ര കഥകളിലൂടെയാണ്. കാരണം വ്യാസൻ തന്നെ പറഞ്ഞത് എന്താണ്? വേദരഹസ്യം അജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാകാതെ വന്നപ്പോൾ അതിനെ കഥാരൂപത്തിൽ ഞാൻ അവതരിപ്പിച്ചതാണ്. നമ്മളിതിൽ പറയാറുണ്ട്. ഇപ്പം തുഷാരയുടെ ഒരു ചെറിയ കുട്ടി, ആ കുട്ടി തുഷാരയോട് പറയണം, അമ്മ എനിക്കൊരു കഥ പറഞ്ഞതാ എന്ന് പറയാ. അപ്പം തുഷാര അവന് കഥ പറഞ്ഞു കൊടുക്കുക. അപ്പം തുഷാര പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. അപ്പോൾ തുഷാര പറയും, ഒരു നാട്ടിൽ ഒരു രാജാവും ഒരു രാജ്ഞിയും ഉണ്ടായിരുന്നു. അപ്പം അവൻ കഥ ശരിയാണെന്നുള്ള മട്ടില്ല. എന്നിട്ട് ഇപ്പോൾ തുഷാരയ്ക്ക് ഒരു കുട്ടിയാണെങ്കിൽ തുഷാര പറയുന്നു, ആ രാജ്ഞിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരാൺകുട്ടി. രാജ്ഞിക്ക് ആ കുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇടയ്ക്ക് രാജ്ഞിക്ക് ആ കുട്ടി ഇങ്ങനെ ഓരോ വികൃതിയൊക്കെ കാണിക്കുന്നത് കാണുമ്പം രാജ്ഞിക്ക് കുറച്ച് വിഷമം വരും.
എന്നിട്ട് അവൻ്റെ വികൃതികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് പോകുമ്പോഴേക്കും അവൻ പറയും എനിക്ക് ഈ കഥ കേൾക്കണ്ട, ഇത് എന്നെക്കുറിച്ച് പറയാണ്, മാറ്റി പറയാൻ പറയും. തുഷാര, ഇതാണ് ഈ യുക്തിവാദികളും ഭക്തന്മാരും പറയുന്നത്, ഇത് ഞങ്ങൾക്ക് കേൾക്കണ്ട. എൻ്റെ തുഷാര, ഇത് നമ്മളെക്കുറിച്ചാണ്. ദുര്യോധനും ദുശാസനും ശകുനിയും ധൃതരാഷ്ട്രരും ഇവന്മാരൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ, ഈ CT സ്കാനിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കടപട 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 എന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ടല്ലോ, അത് ഇവന്മാരാ. എല്ലാ എണ്ണത്തിനെയും നമുക്ക് കാണാം. ഇവരെ യുദ്ധത്തിൽ നമ്മൾ ഉള്ളിൽ പരാജയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് പുറത്ത് അടി കൂടണം. ആരോട് അടി കൂടണം? ഭർത്താവിനോട്, ഭാര്യയോട്, ഓഫീസിൽ അവിടെ അവിടെയൊക്കെ തല്ലുണ്ടാക്കണം. ഈ യുദ്ധം ജയിക്കണം. ഇത് അധ്യാത്മ യുദ്ധമാണ്. ഇതിലെ അമ്പും വില്ലിനും പേരൊക്കെ ഉണ്ട്. പ്രണവോ ധനു, ഇതൊക്കെ ഉപനിഷത്ത്, ഇതൊക്കെ ഇതിനെ ചൊല്ലി, ഇതൊന്നും സന്ദീപാനന്ദഗിരി ഉണ്ടാക്കിയതല്ല. ഈ യുക്തിവാദികൾ നിരീശ്വരവാദികളിലൊക്കെ നമുക്ക് പേരിട്ടിട്ടുണ്ട്, വ്യാഖ്യാന ഫാക്ടറി എന്നൊക്കെ. കാരണം എന്താണെന്നറിയോ, അവർക്ക് നമ്മളിതിൻ്റെ തത്വചിന്ത പറയുന്നത് അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം അവരുടെ വാദം നിലനിൽക്കില്ല. ഭക്തന്മാരും നമുക്കെതിരാ. ഭക്തന്മാർ ചോദിക്കുന്നത് കൃഷ്ണൻ ഇല്ലയെന്നോ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ, കാരണം ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരാ. എടോ, കൃഷ്ണനാ പറഞ്ഞത് എന്നെ അവമാനിക്കുകയാണ് നിങ്ങളെന്ന്. സന്ദീപാനന്ദഗിരി അല്ല, കൃഷ്ണനാ പറഞ്ഞത് നിങ്ങൾ എന്നെ അവമാനിക്കുന്നു എന്ന്. മനുഷ്യനായിട്ട് എന്നെ കരുതി എന്നെ അവമാനിക്കുന്നു. ഞാൻ ജനിച്ചു, ഒരു കാലത്ത് ജീവിച്ചു, മരിച്ചുപോയി എന്ന് എന്നെ അവമാനിക്കുകയാണ്. അപ്പം രണ്ട് പേരും രണ്ട് പേരും നിലകൊള്ളുന്നത് ഒരേ ഇടത്താണ്. ഇതിലെ തത്വചിന്ത എന്ന് പറയുന്നത് അത് നമ്മളെക്കുറിച്ച്, അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇതിലെ കുരുക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ, ക്ഷേത്ര ശബ്ദത്തിന് ഗീത തന്നെ പറയുന്നത് ശരീരം എന്നാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് കൗരവരും ഉണ്ട്, പാണ്ഡവരും ഉണ്ട്. ഇത് ധർമ്മത്തെ എന്താണ് ധർമ്മക്ഷേത്രം, കുരുക്ഷേത്രം. ഗീത കേൾക്കണമെന്ന് നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ ചോദ്യം, നമ്മുടെ ചോദ്യം ആത്മാർത്ഥമായിട്ടുള്ളതാണ് എങ്കിൽ, ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവുണ്ട്. നമ്മൾ ഒരിക്കലും കൃഷ്ണൻ്റെ ചെയ്തികളെ അത് ഇവന്മാർ കൊല്ലപ്പെടേണ്ടതാണ്, ഇവന്മാരിങ്ങനെ തോന്നിയാസം ചെയ്ത്, ഈ ന്യായീകരണ തൊഴിലാളികളെ നമ്മൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ പാണ്ഡവന്മാരെ എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല. കാരണം കൗരവന്മാരെക്കാൾ കൊടിയ അധർമ്മം ചെയ്തവരാണ് പാണ്ഡവന്മാർ. സ്വന്തം ഭാര്യയെ പണയം വെച്ച് ചൂത് കളിച്ചതിലും വലുതൊന്നുമില്ലല്ലോ. അത്ര തോന്നിയാസം കൗരവന്മാർ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് ന്യായീകരണ തൊഴിലാളികളെ ആദ്യമേ വ്യാസൻ തടയിട്ടിട്ടുണ്ട്. കൃഷ്ണൻ്റെ ചെയ്തികളെ ന്യായീകരിക്കാനും ഈ പറഞ്ഞ പാണ്ഡവന്മാരെ ന്യായീകരിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. നിങ്ങളിലെ ഈ നിങ്ങൾ ചെയ്യുന്ന വസ്ത്രാക്ഷേപം, നിങ്ങളുടെ ഈ ചൂതുകളി, നിങ്ങൾ ഈ ചൂത് കളിച്ച് നഷ്ടപ്പെടുത്തുന്നത് അതുണ്ടോ? സമൂഹത്തിൽ ഈ ചൂതുകളി ഉണ്ടോ? സമൂഹത്തിൽ ഈ വസ്ത്രാക്ഷേപം ഉണ്ടോ? മരു അമ്മാവനെ കൊല്ലുന്നുണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ തുഷാര, നമുക്ക് ഇതിനെ കാച്ചി കുറുക്കി പറയുകയാണെങ്കിൽ ഇതൊരു നടന്ന സംഭവമായിട്ടാണ്. ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം പോലെ മഹാഭാരത യുദ്ധം നടന്നിരുന്നുവെന്നും അതിന് നടക്കുന്നത് ഇന്നതൊക്കെയാണ് കാരണങ്ങളെന്നും ഒക്കെയാണ് എങ്കിൽ തുഷാരയുടെ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അതിനെ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്ന പോലെ വ്യാസൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്, അത് ഒരിടത്തല്ല, പലയാവർത്തി പലരിലൂടെ പലയിടത്ത് നിറയെ കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതിനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് രാമായണത്തിൻ്റെ സ്ഥിതി.
പുരാണങ്ങളുടെ ഇതിഹാസങ്ങളുടെ ഒക്കെ 18 മഹാപുരാണവും 18 ഉപപുരാണവും ഈ 2 ഇതിഹാസങ്ങളുടെയും താല്പര്യം ഇത് തന്നെയാണ്. ചോദ്യം ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിലുള്ളതാണ് എങ്കിൽ ഇതിന് ഉത്തരം കിട്ടണം എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലാതെ ചോദ്യവും ഉത്തരവും നിങ്ങൾ തന്നെ ഉണ്ടാക്കരുത്. അപ്പം എന്താണെന്നറിയോ, ഉത്തരം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെറും മണ്ടത്തരമാണ്. അങ്ങനെയല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഒരു നിഷ്പക്ഷമായി ന്യൂട്രലായി നിന്നിട്ട് ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എടുക്കാതെ നിങ്ങൾ ഇതിനെ അറിയാൻ ശ്രമിക്കണം എന്ന് നമ്മൾ അപേക്ഷിക്കുന്നു. ഇതിനനുബന്ധമായിട്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുഷാരയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇതിലിടപെടാം. നിങ്ങൾ ഇതേപോലെ വീഡിയോ ആയിട്ട് ചോദ്യം ക്രിസ്പാക്കി അയച്ചു തന്നാൽ മതി, നമ്മളത് ചർച്ച ചെയ്യും. എല്ലാവർക്കും നമസ്കാരം.